ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. 678/2022 എന്ന കാറ്റഗറി നമ്പറിൽ വന്നിട്ടുണ്ടായിരുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതിൽ 14 NJD വേക്കൻസികൾ നിലവിലിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. യെസ്, നിങ്ങൾ കേരള PSCയുടെ വെബ്സൈറ്റ് നോക്കുന്ന സമയത്ത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡെമോൺസ്ട്രേറ്റർ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 തുടങ്ങിയ തസ്തികയിലേക്കുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ആ ഒരു ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ 15, 2024 നിലവിൽ 38 പേർക്ക് അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം അഡ്വൈസ് പോയപ്പോൾ 38 പേർക്കായിരുന്നു അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. അത് 8/7/2024 അഡ്വൈസുകൾ അയച്ചു. അതിന് പ്രകാരം 38 പേർക്കായിരുന്നു അഡ്വൈസ് പോയത് അല്ലേ. അതിൽ 14 പേര് ജോയിൻ ചെയ്തിട്ടില്ല. അത് NJD ആയിട്ട് പുതിയ NJD വേക്കൻസികളായിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. യെസ്, ഇവിടെ കണ്ടോ, 25/11/2024 14 NJD വേക്കൻസികളായിട്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ അഡ്വൈസുകൾ പോകുന്നതായിരിക്കും. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ക്രമമനുസരിച്ച് ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർക്കാണോ NJD വന്നിട്ടുള്ളത് അവർക്ക് ഈ പറയുന്ന NJD വേക്കൻസികൾ പ്രകാരമുള്ള അഡ്വൈസുകൾ പോകുന്നതായിരിക്കും. ഓക്കെ, യെസ്, ഇതാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഡേറ്റ് ഒക്കെ കണ്ടോ, നിങ്ങൾ കണ്ടോ, ഫ്രഷ് വേക്കൻസികൾ കുറേയൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എത്ര വേക്കൻസികൾ ഉണ്ടായിരുന്നു നോക്കിയാലോ. യെസ്, 31 വേക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷൻ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കണ്ടോ, ഈ രീതിയിൽ വീണ്ടും ഒരു 7 വേക്കൻസി കൂടി വന്നു അല്ലേ. അങ്ങനെ 38 അഡ്വൈസുകളായിരുന്നു ഫസ്റ്റ് ടൈം പോയിട്ടുണ്ടായിരുന്നത്. ഇനിയും NJDs വരും. ഇനി 3 വർഷ കാലാവധി ഉള്ള സമയത്ത് പുതിയ പുതിയ വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യാം അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറേയൊക്കെ മിക്കവാറും ഈ ഒരു ലിസ്റ്റ് ഫുള്ളാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഇപ്പം 14 NJDs വന്നില്ലേ. കാരണം ഈ ലിസ്റ്റുള്ള പലരും കേരള PSC നടത്തിയിട്ടുള്ള മറ്റ് പരീക്ഷകൾ, KCB സബ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ലെക്ചർ ഇൻ പോളി തുടങ്ങിയ പരീക്ഷകളൊക്കെ എഴുതിയ ആൾക്കാരായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, PWD, വാട്ടർ അതോറിറ്റി അല്ലേ, അത്തരത്തിലുള്ള ലിസ്റ്റുകളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. അപ്പോൾ അങ്ങനെ മറ്റ് പല ഹയർ ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ കൂടുതൽ നല്ല പോസ്റ്റുകൾ ഉണ്ടാവുന്ന സമയത്ത് അവർ അത് ചൂസ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ പറയുന്ന 14 NJDകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. 2025 ജനുവരി 30 നടക്കാൻ വേണ്ടി പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ക്ലാസ് സീരീസ് നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 7 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്ത് നോക്കാം. അതേപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഓൾറെഡി ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ടൈറ്റിൽ. നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കണ്ടോ, ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വീഡിയോസ് ജൂനിയർ ഇൻസ്ട്രക്ടർ PYQ, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ തുടങ്ങിയ പ്ലേലിസ്റ്റുകളാക്കിയിട്ട് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. സപ്പോസ് നിങ്ങൾ PWD ലൈൻമാന് വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകൾ ഉപകാരപ്പെടും. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്